എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് അന്ന. ജെറിയുടെ എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ പറയാം, ആദ്യം ഞങ്ങൾ നകത്ത് കയറട്ടെ. ചേരിപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. ഒന്നും വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്ന് വരും. What have you done, mother? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്കോ പോയായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ? പോലീസിനൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോണും തന്നെ. ഹലോ ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ... അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അലമാരക്കകത്ത്. 4,32,15 രൂപയുടെ. പ്ലസ് 12% ടാക്സ് ഉണ്ട് കുട്ടി. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റ് വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന്റെ 9.9% ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയ എനിക്ക് പ്രശ്നമേ ഇല്ല. ഐ ആം ഹാപ്പി. അയാളുടെ മോന്ത കിട്ടി ഒരു കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ? അതാര്? ഹലോ ഹലോ ഹലോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയുള്ളൂ. മുകളിലെ ഓണറാണ്. ആ പോർഷൻ ഓണർ ആർക്കോ റെന്റിന് കൊടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ? അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ? അതൊരു കുഴപ്പമില്ലേ? അത് കുഴപ്പമാവും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ, ആദ്യം എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ മതിലേലെ പൊടിയും എല്ലാം. അസുഖം എന്തെങ്കിലും ഉണ്ടോ? പ്രിയക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാലും പ്രിയക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പൊടി പറ്റിയ അല്ലെങ്കിൽ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുക, അത് സഹിക്കില്ല. ഇത്ര വൃത്തി കൂടിയ ഒരു ഭാര്യ ആയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയൊന്നും വീട്ടിലേക്ക് അടുക്കാറേ ഇല്ല. ഹലോ. അതെ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കണം. ജെറി എന്താ പറയണേ? അല്ല, ഞങ്ങളിവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ച് നാളായല്ലോ. വന്നിട്ടല്ല, പറ്റിക്കൂടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ചെറിയ വീടാക്കണ്ട, കുറച്ചും കൂടി വലിയ വീടെടുത്താ ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. അതൊക്കെ അതെ, വാടക പോകുന്നത് നഷ്ടമാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്നിട്ട് അതിന്റെ ലോൺ അടച്ചെടുക്കുക അല്ലേ? ഞങ്ങളെന്താണ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താൽ മതി. ഈസി. അന്നിറങ്ങി വന്നപ്പം കുറച്ച് സ്വർണം കരുതേണ്ടതായിരുന്നു. കണ്ണുകൾ കൊണ്ടുപോലും പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? ഈ നിലാവുള്ള രാത്രിയിൽ പ്രേമിക്കാൻ എന്ത് രസമാണല്ലേ? തേനൂറുന്നത് പോലെ മധുരം നിറഞ്ഞ രാത്രി. ഒരു രോമാഞ്ചമായി ഞാൻ വരും. ഇറ്റ്സ് മീ ബിജു.
അതെ പാതിരാക്കോഴികൾ ഈ പരിപാടി നിർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തുടങ്ങാം. കഴിഞ്ഞു രാത്രി 12 മണിക്ക് ഏറിയേണ്ട പരിപാടി പട്ടാപ്പകല് ചെയ്ത് തീർത്തിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങുക അല്ലേ? അരി ഈ വാങ്ങണ്ടേ? നട്ടവേലത്താണ് നിലാവ് നക്ഷത്രം അമ്പിളിയമ്മാവൻ. രണ്ടുപേർക്ക് സൂചിച്ചില്ലേ? അതൊക്കെ അതെ. പിന്നെ ഇന്നലത്തെ പരിപാടി ഉഗ്രനായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല. അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ധനീനെ ഇതുകൂടി കൊണ്ടുപോയിക്കോ. വാങ്ങിച്ചോ, നമുക്ക് എടുത്ത് നാളെ മാറ്റി വെച്ചോ. പറയാം. അടുത്ത ദിവസം കാശാ നിനക്ക്. എടാ ഒരു ബിൽഡേഴ്സിന്റെ ആഡാ ID ഫിക്സിന്റെ. അവർക്ക് അലോ നിമിഷത്തെ ടീമിന്റെ വോയിസ് തന്നെ വേണമെന്ന്. നമുക്ക് ഈ ഷോയ്ക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യാം. ഇതാ സ്ക്രിപ്റ്റ്. പേയ്മെന്റ് എന്ത് വരും? അതൊക്കെ തരാം. അതെ പൈസ തരാത്ത കേസാണെങ്കിലേ കാതരമായ നിമിഷങ്ങൾ. നിലാവത്തഴിച്ചു വിട്ട കോഴി. അവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാ മതി, ഞങ്ങൾ ചെയ്യൂല. മക്കളെ ഏട്ടൻ പൈസ തരാം, തരും. സമയം കളയണ്ട, ചെയ്തോ. പിന്നെ 5, 10, 100 പറഞ്ഞ് പറയാൻ നിൽക്കരുത് കേട്ടോ. എന്താടാ തരാം. ഇതോ ഞാൻ പൈസ തരാത്ത പോലെ. നമ്മളെ വിറ്റ കാശടയിലുണ്ട്. ട്രയലൊന്ന് പറഞ്ഞു നോക്കിയാലോ? ആയിക്കോട്ടെ, നീ തുടങ്ങിക്കോ. ID ഫിക്സിന്റെ PMP നഗറിലെ ബഡ്ജറ്റ് വില്ല പ്രൊജക്ടുകൾ പൂർത്തിയായി. 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ മുതൽ. ബാങ്ക് ലോൺ സൗകര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 98. അതെ 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ. ബാങ്ക് ലോൺ ഉണ്ട്. കൊച്ചിയിൽ PMP നഗറില് ഡീൽ മാൻ ഡീൽ. ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് ആണ്. ചെടികളും മരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഐഡിയൽ ഡീൽ ഫോർ യു ഗൈസ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എ ഡിസ്കൗണ്ട്. നിങ്ങൾ എല്ലാവരും സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് അല്ലേ? എങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ. നിനക്കിതിലേതാ ഇഷ്ടമായ? നിങ്ങൾ ഏതെങ്കിലും നിർത്തും, മറ്റേ ഞങ്ങൾ എടുക്കാം. അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ഓക്കെ, ദെൻ ഐ വിൽ ഗിവ് യു ആൻ ഓപ്ഷൻ. ടോസ് ചെയ്ത് തീരുമാനിക്കാം. ടോസ് ഒന്നും വേണ്ട. പ്രിയക്ക് ഏതാ ഇഷ്ടായേ എന്നിട്ട് തീരുമാനിക്കാം. ഇത് കൊള്ളാം അല്ലേ മാധ? അപ്പൊ മറ്റേ നമുക്ക് എടുക്കാം. അന്ന പതുക്കെ, ഫുൾ പൊടിയാ. ഓ, ഈ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. വീട് വൃത്തിയാക്കി ഇടുന്നത് ഒരു അസുഖമാണോ? ആഹാ, എന്തായി, കഴിഞ്ഞോ? ഏയ് ചെറുത്. ഹലോ. ഹായ്. വരൂ വരൂ വരൂ. ഹലോ. സോ സോറി, രാവിലെ വരാൻ പറ്റില്ല, ചെറിയ തിരക്കി പെട്ടുപോയി. കൺഗ്രാലേഷൻസ്. താങ്ക് യു. കൺഗ്രാലേഷൻസ്. താങ്ക് യു. ഇത് പ്രിയ, അതല്ല ഷാഹിദ, അൻവർ. അറിയാം, സത്യം ന്യൂസിലെ. അതെ അതെ അതെ, ആ തമ്മിത്തല്ലുണ്ടാക്കുന്ന എന്റെ ഷോയുടെ ടൈം TV, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവിടെ താങ്ക് യു. വീട്ടിലും തല്ലുണ്ടാക്കോ? ചോദ്യം ഉയർന്നു വരികയാണ്. എന്താണ് ചോദിച്ചോളൂ. ബീഫും പൊറോട്ടയും. ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള ജനത ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് ബീഫ് ബാൻ. സുമേഷ് തന്നെ സോറി സോറി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഷോട്ട് കളഞ്ഞു അല്ലേ? നിന്റെ അടുക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇടിച്ചമ്മ മരിയൊക്കെ എടുത്തേണെന്ന്. എത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ സീനെന്ന് അറിയോ അത്? വേണ്ട, ബാക്കി നാളെ വർത്താനം പറയാം. ജോലിയിൽ തീരെ ആത്മാർത്ഥത ഇല്ലെന്നേ. ചേച്ചി നമ്മുടെ FM ഒന്ന് ഗസ്റ്റ് ആയിട്ട് വരും. അത് നല്ല ഐഡിയ കേട്ടോ. അവിടെ ഇപ്പൊ സമാധാനമായിട്ട് പോകുന്ന സൈക്കിൾ. ഭർത്താവിന് നല്ല അഭിപ്രായമാണല്ലോ. അതെ അതെ അതെ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ പ്രിയ ഉണ്ടാക്കിയൊരു യമ്മി കേക്ക് കഴിച്ചിട്ട് പോവായിരുന്നു. കൊച്ചിയിലെ ഹോട്ട് ഷോട്ട് ബേക്കറാ. നമ്മളെക്കാളൊക്കെ നല്ല വരുമാനം. അത് കൊള്ളാലേ. അൻവർ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിസിനസ് ആണ്, നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ആണ്. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഇവിടെ സഹായത്തിന് ഒരാളെ കിട്ടുമോ? പാർട്ട് ടൈം മതി. പാർട്ട് ടൈമേ കിട്ടൂ. എനിക്ക് വരുന്നൊരു ശോഭ ചേച്ചി ഉണ്ട്, ഞാൻ ചേച്ചിയെ വിടാം. 2 മണിക്കൂർ നിൽക്കും, പോരെ? ഓക്കെ. ഇവിടെ വേണ്ട. ഞാൻ രാവിലെ പോവും. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇൻഫിനിറ്റി സൊല്യൂഷൻസ് HR മാനേജറാ. ഓ, ദാറ്റ്സ് നൈസ്. പോവാം. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. Good night. Okay. താങ്ക്സ് ഫോർ കമ്മിങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ഓ, പ്രിയ കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ? ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ, ഇത്രയൊക്കെ ചവറുണ്ടോ? ചക്കക്കുരു, ചക്കച്ചൊള, പ്ലാവഴ ഒന്നും പറയണ്ട.
ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ എന്റെ കുഞ്ഞാ, നമ്മുടെ സിറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ, ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിലെത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ, അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മളാ പുതിയ താമസക്കാര് അല്ലയോ? 2 മാസമായിട്ട് ഞാനങ്ങ് കാനഡയിലായിരുന്നു, ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ, അങ്ങ് അറ്റത്തെ വീട്. മോഹൻ സാറൊന്നും പുതിയതായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങേയറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സർ. ഞാൻ മാതാവ്. ജെറി. എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി. 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ? അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു ഈ താടിക്കാരൻ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. വെറുതെ അല്ല. എന്റെ കസിൻ വഴി. അതെങ്ങനെ മനസ്സിലാക്കി? ഈ അന്നനെ കേട്ടാ മതി. പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ. എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതാലീസ്? സാറിന്റെ ഭാര്യ. മൂത്ത മോളുടെ കൂടെ അങ്ങ് US-ലാ, വൈകാതിക്ക് എത്തും. എന്നാ പിന്നെ ശരി. ശരി. അവരിങ്ങേരെ പോലെയൊന്നുമല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവം. സമയം ഒരുപാടായി, നീ പോയി റെഡി ആയിട്ട് വാ. ഓക്കെ ബൈ ബൈ. നിന്റെ ബന്ധുവാണ്ട മഹാനാ. അയ്യോടാ, വന്ന് താമസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന്. ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം. ഓരോ ആളുകൾ ഓരോ ടൈപ്പല്ലടും വിട്ടുകളെ. 10:30 ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിൽ ബി ദേർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കെ. നമസ്കാരം. രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഈവനിങ് കാണാം. ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. കൊറേ ഓർഡർ കിട്ടിയിട്ടുള്ളതാ. നൈസ്. അതിനവിടെ നോക്കിയാ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. MD വിളിച്ചോണ്ടേ ഇരിക്കുക. ബൈ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? ഹേയ് ബേക്കർ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഏയ്, ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ. എന്റെ ചാനൽ നമുക്ക് കൈയോടൊരു സെൽഫി എടുത്ത് FB പോസ്റ്റ് ചെയ്യാം. ഓക്കെ. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ പേടിക്കണ്ട. സെൽഫി ആണെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. വാ വാ. ആഹാരം ഇല്ലാതെ ജീവിക്കാം, പക്ഷെ സെൽഫി ഇല്ലാതെ പറ്റത്തില്ല. ജെറി, ജെറി, മാധവ്. എന്താണ് സാർ? എടാ, അടിച്ചടാ, അടിച്ച്. ആദ്യമായി ഹലോ എഫ്എമ്മിന്റെ ഒരു പ്രോഗ്രാം ടോപ്പ് റേറ്റിംഗിലെത്തി. അത് ടോട്ടൽ റേറ്റിംഗിൽ 2ാം സ്ഥാനം. ഒരു മിനിറ്റ് പ്ലീസ്. എന്ത് പറ്റി? ഞാൻ വരാം. നീ ചോദിക്കും. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗിൽ വന്നു. അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടി തരണം. വില്ലയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യത മാത്രമേ ബാക്കിയുള്ളൂ. ഭാര്യമാരൊക്കെ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വലിയ പരിക്കില്ലാണ്ട് ജീവിച്ചു പോകും. EMI, വീട്ടു ചെലവെന്നൊക്കെ പറഞ്ഞ് 1000 പൈസയുടെ ആവശ്യമുണ്ട് സാർ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടുന്നവരെ സാറിന് അറിഞ്ഞു. ഇനി സാലറി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടിട്ട് പോകും. പോവല്ലേ? നിങ്ങൾ ഇവിടുന്ന് പോവല്ലേ? എടാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ CEO നിങ്ങളാ. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങണ്ട. ഇറങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സാലറി കൂട്ടിത്തരണം. കൂട്ടാം, കൂട്ടാം. മാസം 500 വെച്ച് കൂട്ടാം. 500. ഇപ്പൊ കണ്ടാലും ഇയാള് ചുമ്മാ. ചേട്ടാ, ഒരു സഹായം വേണമായിരുന്നു. എന്താ മാഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മാഡം, യൂത്ത് സെക്രട്ടറി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മാഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ.
ചേച്ചി അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ആ എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം. ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ. ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞ് 100 200 തരുമായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി ചേച്ചി സൂക്ഷിച്ചു കാരണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ ആ വെട്ടത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ